അതില് അന്നത്തെ നായികമാരിൽ എൻ്റെ പടം അത്ര കൂടുതലുണ്ടായിരുന്നത്. സിനിമ വരികയാണെങ്കിൽ അവൾ ചെയ്യട്ടെ, സിനിമ വന്നില്ലെങ്കിൽ പഠിക്കട്ടെ. സോ ഐ കെപ്റ്റ് സ്റ്റഡിങ്. സിബി സാറിൻ്റെ നീ വരുവോളം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുടെ സെറ്റിലാണ് എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നത് തന്നെ. യു തിങ്ക് ഐ ബിക്കെയിം എ പെയിൻറ്റർ അല്ലെങ്കിൽ ഐ ബിക്കെയിം എ സിംഗർ, അങ്ങനെയല്ല. ആ ആർട്ട് ഫോമായിട്ട് ഇത് കൊള്ളാം, ലെറ്റ് മീ ഗോ ഇൻ ടു യു എന്ന് ചിന്തിച്ചാൽ അവരുടെ ബ്ലൗസ് അവർ ഇട്ടേക്കണുണ്ടോ, അവരെ നോക്കിയേ, അതൊന്നും നോക്കി അവർ നടക്കണുണ്ടോ, അങ്ങനെയൊക്കെ. ഇതിൽ ജസ്റ്റ് കാഷ്വലി സ്ട്രെസ്ഫുൾ സിറ്റുവേഷനൊക്കെ എനിക്ക് ചിരിച്ചുകൊണ്ട് കോമഡി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. ഐ ക്യാൻ നറേറ്റ് ഇറ്റ്. പക്ഷേ ഭയങ്കര വലിയ ചെറിയ ചെറിയ ഡ്രീംസ് ഒക്കെ കണ്ടിട്ട് അവിടേക്ക് ട്രാവൽ ചെയ്യും. എന്നിട്ട് ഞാൻ തന്നെ വളരെ ചെയ്തു. വലിയ ആന ഡ്രീംസ് ഒന്നും വെക്കാറില്ല ഞാൻ, ബട്ട് ഐ ട്രൈ ടു. ഒരു 14 വയസ്സുള്ള ഒരു കുട്ടി ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ യു വർക്ക് ടിൽ യു വർ 21 നേരത്തെ പറഞ്ഞു. അതെ അതെ അതെ. അപ്പോൾ ആ ഒരു സമയത്ത് ഹൗ ഡിഡ് യു എൻഷുർ യുവർ സേഫ്റ്റി? എൻ്റെ അച്ഛൻ VRS എടുത്ത് എൻ്റെ കൂടെ വന്നിരുന്നു. സോ കല്യാണ സൗഗന്ധികം ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത് എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ സ്കൂൾ തുറന്ന് ഓണപരീക്ഷയുടെ സമയത്ത് തൊട്ട് മുമ്പ് ആണ് കല്യാണ സൗഗന്ധികത്തിൻ്റെ ഷൂട്ടിംഗ്. ആ വർഷം തന്നെ വർണ്ണപകിട്ടും ശിബിരം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 3 മൂവീസ്. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ സിബി സാറിൻ്റെ നീ വരുവോളം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുടെ സെറ്റിലാണ് എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നത് തന്നെ. എന്താ എല്ലാവരും. അപ്പം ഞാൻ അപ്പം തന്നെ എന്തൊരു പ്രഷറാണ് ദൈവമേ, ബാക്കിയുള്ളവരൊക്കെ അല്ല ഇതിനി റിസൾട്ട് അല്ല എന്താ എഴുതിയാ വന്നാ എത്ര ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ ഇങ്ങനെ. ഇറ്റ്സ് ലൈക്ക് ഐ റിമെമ്പർ ദാറ്റ് റിസൾട്ട് ആ സെറ്റിൽ വെച്ച് വന്നതും എല്ലാവർക്കും ലഡ്ഡു കൊടുത്തതും ആൻഡ് ഓൾ. രണ്ടാമത്തെ പടം വർണ്ണപോയിട്ടായപ്പോൾ തന്നെ മൈ ഫാദർ ടുക്ക് ദാറ്റ് ഡിസിഷൻ ദാറ്റ് ഇല്ല, എനിക്ക് ഐ വോണ്ട് ടു ടേക്ക് ഹർ. ആൻഡ് ബിക്കോസ് ഹി വാസ് ഡൂയിങ് എവറിത്തിങ്. അതായത് ഡേറ്റ്സ് മാനേജ് ചെയ്യൽ, എല്ലാം തീരുമാനങ്ങൾ എടുക്കൽ, എല്ലാം നോട്ട് ലൈക്ക് ഇനി തൊട്ട് നമ്മളിങ്ങനെ അങ്ങനെയൊന്നുമല്ല. ഒരു കൊലാബറേറ്റീവ് ആയിട്ട്. വീടിൻ്റെ ഉള്ളിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ജസ്റ്റ് വലിയ മാറ്റം വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനും അച്ഛനും വാസ് ഇൻ ലൊക്കേഷൻസ് എന്നുള്ള ഒരു മാറ്റമാണ് വന്നത്. സോ അവിടെ തന്നെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് നടക്കുകയാണ് നമ്മുടെ വീട്ടിൽ. ബിക്കോസ് ഫോർ എ പേഴ്സൺ, ഒരു ഗൃഹനാഥൻ ടു തിങ്ക് ദാറ്റ് ഐ ലെറ്റ് മൈ വൈഫ് ഡു ദ ജോലി ചെയ്തോട്ടെ. അമ്മ സാൻസ്ക്രിറ്റ് ടീച്ചറാണ്, ഭാരതീയ വിദ്യാഭവനിലാണ്. അമ്മ അവിടെ നിന്നോട്ടെ. എൻ്റെ വിദ്യ 10 വർഷം ഗ്യാപ്പ് ഉണ്ട് ഞങ്ങൾ. സോ ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ് വിദ്യ ഫസ്റ്റിൽ കയറുന്നത് ആ സ്കൂളിൽ. ഫുൾ അങ്ങനെയാണ് നമുക്ക്. 20s വി ആർ ഓൺലി ഒരു വർഷമേ ഉള്ളൂ നമുക്ക് 20s ടുഗെദർ, 30s ടുഗെദർ. സോ അങ്ങനെ. സോ ദാറ്റ് വാസ് ഹിസ് ഡിസിഷൻ. അച്ഛൻ VRS എടുത്തിട്ട് അച്ഛൻ യൂസ് ടു കം വിത്ത് മീ ഇൻ ഓൾ ദ ലൊക്കേഷൻസ്. പിന്നെ ഒരു 3rd or 4th മൂവിയൊക്കെ ആയപ്പോഴാണ് പേഴ്സണൽ മേക്കപ്പ്, പേഴ്സണൽ ഹെയർ, കോസ്റ്റ്യൂം പിന്നീടാണ് പേഴ്സണൽ കോസ്റ്റ്യൂം. അങ്ങനെ ദെൻ ഡ്രൈവ്, വണ്ടിക്ക് ഒരാൾ. നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നതും വന്നുകൊണ്ടിരുന്നതും. ആൻഡ് ബിക്കോസ് നമുക്ക് അത് വേറെ അവിശ്വാസം കൊണ്ടൊന്നുമല്ല. ജയറാമേട്ടനൊക്കെ കളിയാക്കണമല്ലോ, ദിവ്യ ആദ്യം ലൊക്കേഷൻ കണ്ടുപിടിക്കും, എന്നിട്ട് അതിൻ്റെ ചുറ്റുമുള്ള അമ്പലത്തിലൊക്കെ പരിപാടി പിടിച്ച് വയ്ക്കും. സോ എന്നിട്ട് അവിടെയൊക്കെ ഡാൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇനാഗുറേഷൻ. സോ നോ, ഇറ്റ് വാസ് എ ബിഗ് ജോക്ക്. ഹി വുഡ് സേ ലൈക്ക് ജയിച്ചു. ഒരു ദിവസം എന്നോട് വന്നിട്ട് ജയിച്ചു. ഞാൻ പറഞ്ഞു എന്ത് ജയിച്ചു? വിൻ, കുഞ്ഞി ജയിച്ചു. ഞാൻ പറഞ്ഞു എന്താ ഏട്ടാ? ഈ കൗണ്ടഡ് സീൻസ് എത്ര കടയുടെ മുമ്പിൽ ഈ പണ്ടൊക്കെ പെയിന്റിങ് വരയ്ക്കുമല്ലോ, നമ്മളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ കടയുടെ ജുവല്ലറിയുടെ മുമ്പിൽ ഇങ്ങനെ ഹോർഡിങ്സ് വയ്ക്കില്ലേ, അതിൽ അന്നത്തെ നായികമാരിൽ എൻ്റെ പടം അത്ര കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ അതെന്നെ ജയിപ്പിച്ചത് ബിക്കോസ് 2-3 ഹോർഡിങ്സ് വെയർ ഓഫ് ഡാൻസ് പ്രോഗ്രാംസ് ഓൾസോ. ജയിച്ചു ഞാൻ പറഞ്ഞാൽ എണ്ണി ഞാൻ 30 ആണോ 40 ആണോ ഇങ്ങനെ സാധിക്കുന്നു. സോ ഇറ്റ് വാസ് എ ബിഗ് ജോക്ക്. സോ അതുകൊണ്ട് നമുക്ക് വേറെ ട്രിപ്സ്, നമ്മുടെ പേഴ്സണൽ ട്രിപ്സ് ഉണ്ട്. ഈ പ്രോഗ്രാമിന് പോവല്, ഇപ്പൊ മാഷ് ജംഗ്ഷനിൽ വന്നിക്കും, മാഷിനെ പിക്ക് ചെയ്യൽ, ഇങ്ങനെ. സോ വി ഓൾവേസ് ഹാഡ് എ, സോ എവറിബഡി അറൗണ്ട് ഇക്കോസിസ്റ്റം ഉണ്ടായിരുന്നു ഫോർ മീ. ആൻഡ് ഓൾസോ എനിക്ക് ഓർമ്മയുണ്ട് ദിവ്യയും മഞ്ജു ആ ഒരു സമയത്ത്. മഞ്ജു എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഡാൻസ് ചെയ്ത് കളിച്ച് അടുത്ത വർഷം തോന്നുന്നു 10th യുവജനോത്സവത്തിൽ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരു pitted against each other ആയിരുന്നു. ബട്ട് ഹൗ വാസ് യുവർ ഇക്വേഷൻ വിത്ത് ഹർ? വിഡ് യു എവർ മീറ്റ് ഹർ? നിങ്ങൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നോ? ഹൗ വാസ് ദാറ്റ്? കാരണം ഡാൻസിങ് ഇക്കോസിസ്റ്റമിൽ നിങ്ങൾ ഉണ്ട്.
ആൻഡ് നമ്മളൊരു യാത്രയൊക്കെ പോയിരുന്നു, ഗൾഫ് ഷോ ആയിട്ട് പോയിരുന്നു. വി വർ ദെയർ 1.5 മാസമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെൻ ഷീ സെറ്റിൽഡ് ഇൻ കൊച്ചിൻ ഓൾസോ കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഹൗ ഡിഡ് യു സീ ദിസ് ഈ ഒരു ഇറ്റ് വാസ് വെരി ഫണ്ണി ഫോർ ബോത്ത് ഓഫ് us ബിക്കോസ് എവറിബഡി വിൽ ആസ്ക്. അന്നൊക്കെ ഇന്റർവ്യൂവിൽ വന്നിരുന്നാൽ ഉടനെ അപ്പോൾ താങ്കളുടെ ഏത് കഥാപാത്രമാണ് ഇതിൽ നിന്നും മികച്ചു നിൽക്കുന്നതായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞു എനിക്കെന്താ അറിയാം കഥാപാത്രം മികച്ചു നിൽക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരു മത്സര ബുദ്ധിയോടെയാണോ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഐ ആം ലൈക്ക് എനിക്കറിയില്ല. ഐ മീൻ ഇന്നൊക്കെ നമ്മൾ അന്നൊന്നും ആ ഒരു സ്ട്രാറ്റജി അറിയില്ല, ഗുഡ് പി ആർ ബാഡ് പി ആർ ഇറ്റ്സ് പി ആർ എന്നുള്ളത്. I didn't know that, but now I look back at it, I think it worked that way. Competition ആണെന്നൊക്കെയുള്ള. But so what I'm telling is ചേച്ചിയുടെയും അച്ഛനും അമ്മ ഉണ്ടായിരുന്നു. ആൻഡ് പ്രണയവർണ്ണങ്ങൾ ഓൾസോ ആൻറ്റി വാസ് ദെയർ ആൻഡ് അച്ഛൻ വാസ് വിത്ത് മീ ആൻഡ് എവ്രിവെയർ, എല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് സോ അതാ ഞാൻ പറഞ്ഞത്, വീടിൻ്റെ ഉള്ളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. എനി ടൈം ദാറ്റ്സ് എ ഏപ്രിൽ മെയ് സമയത്ത് ഈ ഗ്യാങ്ങിലേക്ക് അമ്മയും വിദ്യയും കൂടെ ചേരുകയാണ്. എനി ലൊക്കേഷൻ വി ആർ ഇൻ ഓർ എനി ഗൾഫ് ഷോ വി ആർ ഇൻ, ദർ ഇസ് നോ ഷോ ദാറ്റ് ട്രാവൽ ദാറ്റ് ഐ ഡിഡ് 1.5 മാസത്തെ ട്രാവൽ വെർ ദേ ഡിഡ്ന്റ് കം. Oh, so it was like the whole എപ്പോഴും ആ ഒരു സപ്പോർട്ട് സ്ട്രക്ചർ ചുറ്റുണ്ടായിരുന്നു. സോ ഇൻ എ വേ ഇറ്റ് എൻഷുർഡ് യുവർ ഫിസിക്കൽ ഇമോഷണൽ സേഫ്റ്റി. സേഫ്റ്റി. ആൻഡ് ദെൻ ആ സമയമാണ് നമുക്ക് ഒന്നിച്ച് ഫാമിലി ആയിട്ട് ഇരിക്കാൻ പറ്റുക. ബിക്കോസ് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റേ ലൊക്കേഷനിലേക്ക് മേ ബി ഒരു ആഴ്ചത്തെ ഗ്യാപ്പ് അല്ലേ. ദിവ്യക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതായത് എനിക്ക് ആ ചൈൽഡ്ഹുഡ് ശരിക്കും ആ ഒരു സമയം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല? ബിക്കോസ് ആ സമയത്ത് 10th തൊട്ട് ഈ ഇമെൻസ് പ്രഷർ ഓഫ് ജഗ്ലിംഗ് വർക്ക് ആൻഡ് ഫിലിംസ് ഉണ്ടായിരുന്നു, സ്കൂൾ ആൻഡ് ഫിലിംസ് ഉണ്ടായിരുന്നു. ആ ഒരു പ്രഷർ ഓഫ് ഡെലിവറിങ് ഹിറ്റാണോ മിസ്സാണോ അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ലുക്കിംഗ് ബാക്ക് ദാറ്റ് പ്രോബബ്ലി ഐ ഷുഡ് ഹാവ് ടേക്കൺ തിങ്സ് ഡിഫറെൻ്റ്ലി? ഇല്ല, കാരണം എന്താണെന്നറിയോ, അതാ ഞാൻ പറഞ്ഞത്, ഇവർ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല എൻ്റെ പേരൻസ്. അതൊരു ഭയങ്കര ഐ ഡോണ്ട് നോ ഹൗ ദേ ഡിഡ് ഉണ്ടായിരുന്നില്ലേ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് 14 ഇറ്റ്സ് നത്തിങ്. സോ വാട്ട് മൈ ഫാദർ സെഡ് ഇസ്, ആദ്യത്തെ ഒരു സിനിമ വന്നു ഇനി 10th ക്ലാസ് കഴിഞ്ഞിട്ട്, ദെൻ അങ്ങനെയായിരുന്നു ഡിസിഷൻ. ദെൻ വർണ്ണപ്പകിട്ട് കെയിം ആൻഡ് ദെൻ ദേ സെഡ് ഓക്കെ ദ ബിഗ് ബാനർ ലാലേട്ടൻ്റെ കൂടെ സെക്കൻഡ് ഫിലിം, ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി, വിൽ ഡു ഇറ്റ്. ഇമ്മീഡിയറ്റ്ലി തേർഡ് ഫിലിം ബുക്കിംഗ് ആയി. ഇറ്റ് നീഡഡ് ഓൺലി ലൈക്ക് ശിബിരം, ഇറ്റ് ഫെൽ ഇൻ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ എന്തോ ഒരു ദേ മാനേജ്ഡ് ഇറ്റ്. അപ്പോൾ അച്ഛൻ വാസ് ഓൾസോ ലൈക്ക് കൈൻഡ് ഓഫ് ഫിഗറിങ് ഔട്ട്. ദെൻ അച്ഛൻ പറഞ്ഞു കയ്യിൽ അടുത്ത സിനിമ ഇല്ല എന്നുള്ളത് ഒരിക്കലും ആ ഒരു തോട്ടിൽ യു ഷുഡ് നോട്ട് ബി. ദിസ് ഇസ് വാട്ട് ഹി സെഡ്. അമ്മയുടെ കൂടെയുള്ള ഡിസ്കഷൻ ഞാൻ കേട്ടതാണ്, എന്നോടായിട്ട് ഇങ്ങനെ ഇരുത്തി അങ്ങനെ. ഐ വാസ് നെവർ ലൈക്ക് ദാറ്റ്. ഇതിപ്പോൾ നമുക്ക് സിനിമ വരികയാണെങ്കിൽ അവൾ ചെയ്യട്ടെ, സിനിമ വന്നില്ലെങ്കിൽ പഠിക്കട്ടെ. സോ ഐ കെപ്റ്റ് സ്റ്റഡിയിങ്. കോളേജ് വാസ് ദെയർ. സോ ദേ ഓൾവേസ് അറ്റ് ദിസ് തിങ് വെയർ ഇത് ഇല്ലെങ്കിൽ യു ഷുഡ് ഹാവ് എ ഡിഗ്രി. So I didn't stop anything that I was supposed to do. And എപ്പോഴും the funny thing is, ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത ഒരു സിനിമ എനിക്ക് എപ്പോഴും കയ്യിൽ പറയാൻ. I never had a list of like 5 movies. വർഷം അവസാനം there would be releases. എണ്ണുമ്പോൾ ആവശ്യത്തിന് റിലീസസ് ഉണ്ടായിരുന്നു. പക്ഷെ there was never this thing of അന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, ആളുകളുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോഴേ ഇതിന് ശേഷം ഞാൻ ജോയിൻ ചെയ്യുന്നത് ഇതിലേക്കാണ്, അതിന് ശേഷം മറ്റേ അവരുടെ ബാനറിലുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്, അതിന് ശേഷം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. and then that this I was never അടുത്ത. അപ്പം ഞാനൊരു വരി പഠിച്ചു വെച്ചു, സ്ക്രിപ്റ്റുകൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്, അടുത്തത് ജോയിൻ ചെയ്യുന്ന ഇതാണ്, അതിൽ ക്യാരക്ടർ കൊണ്ട് ഞാൻ നേരെ അതിലേക്ക് കയറും. അതിൽ ഞാൻ അതിന് ശേഷം ഒന്നും പറയാനില്ല. സോ ഞാൻ എന്നിട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ഹാവിങ് ദീസ് ഫണ്ണി കോൺവേഴ്സേഷൻ. അച്ഛാ നമ്മൾ ഈ ഉത്സവ പരിപാടിയൊക്കെ ചെയ്യുന്നില്ലേ, നമ്മൾ ആ കഥയൊക്കെ പറഞ്ഞൂടെ? ദിവ്യയുടെ ആക്ടിങ് റെപ്പർട്ടോറിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ്. ആൻഡ് വലിയ വലിയ പേരുകളാണ്, ദി ഐക്കോണിക് ഫിഗേഴ്സ്. ഇവരിൽ നിന്നും ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒന്ന്. ലോഹി സാറിൻ്റെ കാര്യം പറഞ്ഞു, അത് ഒരേ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾ അതിലേക്ക് ഒന്നിക്കുകയാണ്. ആൻഡ് അതുപോലെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ വിച്ച് യു ഹോൾഡ് ആസ് എ ലൈഫ് ലെസൺ? അത് പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും ഒരു ലൈഫ് ലെസൺ എന്ന നിലയ്ക്ക് ചേർത്ത് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? അർജുൻ സർ, ഐ വി ശശി, സിബി മലയിലെ, not many people. So many people, but everybody has taught me something or the other. പക്ഷേ I would say ഭരതൻ സാറിന്
നമ്മളവിടെ റെഡി ആയിട്ട് ഇങ്ങനെ പോവാണ് ലൈക്ക് ദാറ്റ് ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് തരും അതിങ്ങനെ ബട്ട് ഹിസ് തിങ് ഇസ് ലൈക്ക് ഹീൽ ജസ്റ്റ് വായിച്ചോ പറഞ്ഞോ ചെയ്തോ ആൻഡ് ദെൻ വൺസിന് ഇപ്പോഴാണ് വി ആർ റിയലൈസിങ് ദാറ്റ് ഐ എം റിയലൈസിങ് അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട് ഫോറസ്റ്റിൽ താമസിക്കുന്നവരൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഹി ഡൻ യൂസ് എനി ലൈക്ക് എന്തായാലും പറയുക ക്രൗഡ് ആയിട്ട് ലൈക്ക് പെയ്ഡ് ആയിട്ടുള്ള അങ്ങനെ വരുമല്ലോ ക്രൗഡ് അങ്ങനെയൊന്നുമല്ല അവിടുത്തെ തന്നെ ആൾക്കാരെ യൂസ് ചെയ്യും. സോ ഹീൽ കം ലൈക്ക് സീ അവരുടെ ബ്ലൗസ് അവർ ഇട്ടേക്കണുണ്ടോ അവരെ നോക്കിയേ അതൊന്നും നോക്കി അവർ നടക്കണുണ്ടോ അങ്ങനെയൊക്കെ ഹീൽ ജസ്റ്റ് കാഷ്വലി ബിക്കോസ് ഐ എം ഓൺലി വാട്ട് ഐ വാസ് പ്രീ-ഡിഗ്രി ഫസ്റ്റ് ഇയർ. മോളുടെ പ്രായം. So, what do you tell a pre-degree first year about അന്നേരം എന്ത് പറയാനാ മദർ വേദ് കുളി ആൻഡ് പ്രസവം കഴിഞ്ഞിട്ടുള്ള കുളിയുടെ ലൈക്ക് ഇത് ഐ എം ലൈക്ക് ഓക്കെ ഇത് എന്താണിത് ഇങ്ങനെയാണ് ആൻഡ് ദെൻ ഹീ ജസ്റ്റ് ഹാഡ് ദെം നിങ്ങളെങ്ങനെ ആൻഡ് ഹീസ് ആസ്കിങ് ദം എന്താ ഇങ്ങനെയാണോ തേക്കാറ് ഇങ്ങനെ തേച്ചാണോ ഇതാണോ വയ്ക്കാറ് ഈ ഇലയാണോ ഉപയോഗിക്കാറ് ആൻഡ് ഓൾസോ ഐ എം ലൈക്ക് ഇത് വലിയ ആൻഡ് ഐ എം തിങ്കിങ് ഓഫ് ഫുൾ ടൈം ശശികല ചാർത്തി അത് ചെയ്ത് ഐ എം ലൈക്ക് only like thinking of all Vaishali, all these things, right? I'm thinking of Sarina Vabji in that Pachapullu and all that, right? Kitted completely different. Yeah, ഒന്നും പറയണില്ല നമ്മളോട് അത് തല ഇത്തിരി കൂടെ കയറ്റി പിടിക്കുക കൊച്ചിൻ്റെ ഇങ്ങനെയൊക്കെ കൊച്ചിനെ എടുക്കുമ്പോൾ കാരണം അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയണ്ടേ ഒരു കൊച്ചു കുട്ടിയോട് പറയണ്ടേ That's the only way. Coming to your story, which is your personal journey, ദിവ്യ എനിക്ക് അതിനകത്ത് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ലൈഫ് ഗിവ്സ് യു സെക്കൻഡ് ചാൻസസ് എന്ന് പറയില്ലേ. യു ഫോർ മീ റെപ്രസെൻറ്റ് ദാറ്റ്. അല്ല ദിവ്യ, ഇത്രയും ഫെയിമിൽ നിന്ന് വേറൊരു കൺട്രിയിൽ പോയി ഒരു സ്വന്തമായ ഒരു സ്പേസ് ഉണ്ടാക്കുക ആസ് എ ഡാൻസ് ടീച്ചർ. You got married very early in life. അതിനുശേഷം ഒരു 12-year മാരേജിന് ശേഷം when you broke off from that marriage, പിന്നെ വീണ്ടും റീമാരി ചെയ്യുക with 2 children that you have carried forward and now your third baby, yes, Aishwarya. I think the whole your life is very unusual. അതെ, ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് ചാൻസിൻ്റെ എക്സ്പീരിയൻസ് പലവരും hesitate ചെയ്യും എടുക്കാൻ, which you took that chance. Tell me about that phase when you came to that decision. How hard, how difficult, what was it like for you? Well, again, adakka comes back to again that hero of my life, Achan. Ade. It was him who ellathinum രണ്ട് കാര്യങ്ങൾക്കും to hear that from ഒരു പേരൻറ്റ് അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഫിഗറിൻ്റെ സ്റ്റേജ് കഴിഞ്ഞിട്ട് ലൈക്ക് ദർ ഇസ് ദിസ് പേഴ്സൺ ഹൂ ക്യാൻ ലൈക്ക് റിസോൾവ് എവറിത്തിങ് ഫോർ യു. അങ്ങനെ ഒരു അച്ഛൻ ഇസ് അച്ഛൻ, റൈറ്റ്? ലൈക്ക് ഫോർ എവറി ഗേൾ. സോ ടു ഹിയർ ദിസ് സെൻറ്റൻസ് ലൈക്ക് നിനക്ക് എന്ത് ഡിസിഷൻ ശരിയായിട്ട് തോന്നണോ യു ടേക്ക് ഇറ്റ്, അത് ശരിയായിരിക്കും ആൻഡ് അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. സോ ദെൻ ദാറ്റ് ഈസ് ലൈക്ക് ഹിം ടെല്ലിങ് രണ്ട് സമയത്തും അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് സിറ്റുവേഷനിലും അത് തന്നെയാണ് പറഞ്ഞത്. സോ ദാറ്റ് വാസ് എ ബിഗ് ബാക്കിംഗ് ആൻഡ് ഹി വാസ് ദെയർ ഓൾസോ വിത്ത് മീ. ഒരു 2 years ബാക്ക് ആൻഡ് ഫോർത്ത്, ലൈക്ക് എൻ്റെ കൂടെ ഒരു 6 മാസം അത് ഫുൾ ടൈം ഹി വാസ് ദെയർ through the process of divorce. Through the process of that and അതിന് ശേഷം എല്ലാ മൈൽ സ്റ്റോൺസിൽ ഐശ്വര്യ ജനിച്ചപ്പോഴും എല്ലാ സമയത്തും ഹി വാസ് ദെയർ വിത്ത് മീ. ഇവിടെ വരുമ്പോഴും ദർ ഇസ് ലൈക്ക് നോ ടൈം വെയർ ഐ എം ലൈക്ക് നോട്ട് വിത്ത് ഹിം. ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പം ഇഫ് ഹി വാസ് ദെയർ, ഈ ഇൻ്റർവ്യൂവും ഹി വുഡ് ബി സിറ്റിംഗ് ദെയർ. അങ്ങനെയാണ്, ഹിൽ ബി ലൈക്ക് ദാറ്റ്. ആൻഡ് ദെൻ വീട്ടിൽ പോയിട്ട് അവളോട് ഇങ്ങനെ ചോദിച്ചിട്ടോ, അവൾ അങ്ങനെ പറഞ്ഞു കേട്ടോ. ലൈക്ക് ദീസ് ആർ മൈ ലൈക്ക് ഗോ ടു മൊമെൻറ്റ്സ്. ലൈക്ക് ഈവൻ വെൻ ഐ സിറ്റ് ആൻഡ് when I think of a new choreography, I tell Arun, I think of you watching it and I think of Amma watching it, and then because dance it's her face, like her approval is what makes me think that if I connected to her,
then I'll connect to everybody. അതൊരു ബെഞ്ച്മാർക്കാണ്. Benchmark. So when it comes to a new choreography or me dancing, in my head when I'm dancing, there is Amma, and then that's it. Like there's me, like എൻ്റെ തലയിൽ there's me dancing, and then there's Amma. So if she's happy, then അങ്ങനെയാണ് എൻ്റെ തലയുടെ ഉള്ളിൽ. ഇത്ര ആളുകളുടെ മുമ്പിൽ ഞാൻ ഡാൻസ് കളിക്കണം. I'm like, oh, ഈ വീഡിയോ അമ്മ കണ്ടിട്ട് അഭിപ്രായം പറയുമ്പോഴായിരിക്കും I'll get ഇത് ഓക്കെ ആവുന്നത്. അത് നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ്, അങ്ങനെയാണ്. സോ അതിലേക്ക് ഇപ്പോൾ അരുണും കൂടെ ആഡ് ആയി. സോ ഐ ടെൽ അരുൺ ഓൾസോ, ഈ റീസെൻ്റ്ലി ഓൾസോ ഐ വാസ് ടെല്ലിങ്, എന്തൊക്കെ ചെയ്താലും അൺലെസ് ബോത്ത് ഓഫ് യു, അച്ഛൻ്റെ കാര്യം ഞാൻ പറയാം, ബട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഹാപ്പിനെസ്സോ നന്നായി എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം കിട്ടിയാലാണ് എനിക്കൊരു വാലിഡേഷൻ, എൻ്റെ വർക്കിനൊരു വാലിഡേഷനാണത്. അങ്ങനെ അച്ഛൻ പക്ഷേ ഈസ് ലൈക്ക്, അവള് ഇപ്പം എന്തെങ്കിലും സീനിലൊക്കെ ഹീ സീസ് ദാറ്റ് ഹാർഡ് വർക്ക് ഔട്ട്, ലൈക്ക് എൻ്റെ ഈ ഷൂസിൽ നിന്ന് ചിന്തിക്കും അച്ഛൻ. ഇവർ ഭയങ്കര സപ്പോർട്ടും എല്ലാമാണ്, എൻകറേജിങ് ആണ്, ദ വെരി പ്രൗഡ്, അങ്ങനെയൊക്കെയാണ്. അച്ഛൻ ഇസ് ഓൾ ദാറ്റ് പ്ലസ് ഹീസ് ലൈക്ക് ഉടനെ ഇഷ്ടപ്പെട്ടെന്തെങ്കിലും ലൈക്ക് ഹീൽ ബി ലൈക്ക്, അവള് അത് നന്നായിട്ട് ചെയ്തു കേട്ടോ, കുറേ കഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു, അങ്ങനെ ഇമ്മീഡിയറ്റ്. അതുപോലെ എന്തെങ്കിലും ഒരു സാധനം അയച്ചാൽ ഇപ്പോൾ ഒരു ഫോട്ടോ ആയിരിക്കും, വെറുതെ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടാവും വീട്ടിൽ അമേരിക്കയിൽ വെച്ചിട്ട്, എന്നാൽ സെൻഡ് ഫോട്ടോ കണ്ടു കേട്ടോ, നന്നായിട്ടുണ്ട്. He's always been like that kind of a person. So coming back, it was mainly his support. And then that confidence that he said, see, it is good to have that companionship, okay? Share. You have this thing, precious thing that, you know, we helped you to get dance. And school is there running. അത് എന്നോട് പറഞ്ഞു, എന്താ പറയുക, റെയിൻ ഷൈൻ എന്താണെങ്കിലും അതിനോടുള്ള ദാറ്റ് വൺ തിങ് യു ഡു. ഈയിടെ സദ്ഗുരുവിൻ്റെ ഒരു കോട്ട് ഉണ്ടായിരുന്നു, ഡോണ്ട് ഡു സോ മെനി തിങ്സ്, യു ഡു വൺ തിങ്, യു ഡു ദാറ്റ് റൈറ്റ്, വാട്ട് എവർ യു ഡു ഇറ്റ് അതിൽ അബ്സോർബ്ഡ് ആയിട്ട് ചെയ്യുക. അത് അച്ഛൻ കെപ്റ്റ് ടെല്ലിങ് മീ, ദാറ്റ് ഈസ് യുവർ ഡാൻസ് ആൻഡ് പെർഫോമൻസ് ആൻഡ് ടീച്ചിങ്, യു കീപ് ഗോയിങ്. അത് ചെയ്തുകൊണ്ടേയിരുന്നു. ദിവ്യ പറഞ്ഞു, ദിവ്യയുടെ അച്ഛനാണ് ആക്ച്വലി സെറ്റ് ദ ടോൺ ഫോർ ലൈഫ് അഹെഡ്. ആ തീരുമാനം അറ്റ് ഓൾ സ്റ്റേജസ് അങ്ങനെയാണ്, ബട്ട് യാ ഡ്യൂറിങ് ക്രൈസിസ് സിറ്റുവേഷൻസ് തീർച്ചയായും എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുഞ്ഞുങ്ങളുണ്ട്. അതെ. ആൻഡ് 2 കുട്ടികൾ കൂടെയാണ് അടുത്ത റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും സ്ത്രീകൾ അവിടെയാണ് ഹെസിറ്റേറ്റ് ചെയ്യുന്നത്. അതെ. ദിവ്യ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ കണ്ടത്, ആൻഡ് വാട്ട് പ്രൊപ്പൽഡ് യു ടുവേർഡ്സ് ടേക്കിംഗ് ദാറ്റ് ഡിസിഷൻ? അവരുടെ ഒരു ബോണ്ട് ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ബോണ്ട് തന്നെയാണ്. അതായത് പിള്ളേർക്ക് അരുണിൻ്റെ അടുത്തുള്ള ആ ഒരു ബോണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. സോ എനിക്ക് പ്രത്യേകിച്ച് അതും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അത് ജസ്റ്റ് അവരെ ഒന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്കങ്ങനെ വലിയ എന്താ പറയുക, ഒരു മുൾമുനയിൽ നിൽക്കേണ്ട അവസ്ഥയൊന്നും വന്നില്ല. സോ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ഇറ്റ് വാസ് ഈസിയർ. അരുണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കറിയാം, അരുൺ സർപ്രൈസ് തരാൻ വേണ്ടി US നിന്ന് ഫ്ലൈ ഡൗൺ ചെയ്തു. ദിവ്യയ്ക്കും അറിയില്ലായിരുന്നു? എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറേ ടെക്സ്റ്റ് ഡെലിവർ ആയില്ലല്ലോ, ഒരു ടിക്കേ വന്നുള്ളല്ലോ, എവിടെയാണ് എന്നൊക്കെ. ഇല്ല, അതെന്താ പറ്റിയ ഇൻ്റർനെറ്റ് ഇങ്ങനെ തത്തി കളിക്കണ്ട. അപ്പോൾ ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും കേട്ടോ, ഓഫ് ഷോർ പോകുമ്പോഴും തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ വരാൻ എന്താ പറയുക ഡിലേ ആയി എന്നൊക്കെ പറയും. പക്ഷേ തിരിച്ച് വരുമ്പോൾ ഭയങ്കര പ്ലാൻ ചെയ്ത് എല്ലാം ക്വയറ്റായിട്ട്, ചിലപ്പോൾ രാവിലെ നമ്മൾ കണ്ണുറക്കുമ്പോൾ ഇവിടെയൊക്കെ വന്ന് ഹലോ എന്നൊക്കെ സോ ഒരു എക്സ്പെക്റ്റേഷനാണ്. ഇവിടെ പേരൻസിനോടും പറയാണ്ട് തന്നെയാണ് വരുന്നത്. ചിലപ്പോൾ അവർ അതിൽ തുറക്കുമ്പോൾ വെളുപ്പിന് മുമ്പിൽ നിൽക്കുക, അങ്ങനത്തെയൊക്കെ പരിപാടികളുണ്ട്. പക്ഷേ ദിസ് വാസ് ലൈക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സർപ്രൈസാണ്. കാരണം അരുൺ വന്നതേ ഉള്ളൂ, നവംബറിൽ വന്നിരുന്നു, ഇന്ത്യയിൽ വന്നിട്ട് പോയിരുന്നു. സോ ദെൻ ഇന്നലെ ഇതുപോലെ ഞാൻ ഭയങ്കര ഞാനിങ്ങനെ ചോദിച്ചു എന്താണ്. അപ്പോൾ I'm not traveling. I'm here. I'm just finishing up എന്നെന്തോ പറഞ്ഞു. നമ്മളില്ല, പക്ഷെ ടെക്സ്റ്റ് ഡെലിവർ ആവാൻ ഇത്ര സമയം എടുത്തു, 12 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ആർ യു പ്ലേയിങ് ഷെർലോക്ക് ഹോംസ് എന്ന് ചോദിച്ചിട്ട്. അതോടെ ഞാൻ നിർത്തി, എന്തോ ഓക്കെ. ദെൻ ഞാനപ്പോൾ മേലെ ഐ വാസ് ഫിനിഷിങ് അപ്പ് മൈ മോർണിംഗ് ക്ലാസ്സസ്. വെളുപ്പിന് ഇവിടെ ക്ലാസ് എടുക്കും ഓൺലൈൻ, അവിടുത്തെ വൈകുന്നേരം. അപ്പോൾ എനിക്ക് താഴെ അമ്മയുടെ
വന്നിരിക്കണു ഒരാൾ വന്നിട്ടുണ്ട് താഴെ, അപ്പോഴേ എനിക്ക് മനസ്സിലായി. സോ വീട്ടിലിവിടെ അരുണിൻ്റെ പേരൻസ് മുളന്തുരുത്തിയിലാണ്. സോ അവിടെ പോയി ഹാജർ വെച്ചിട്ട് ചോറ്റാനിക്കരയിലും പൂർണ്ണത്രേഷനൊക്കെ തൊഴുതിട്ട് ദെൻ ഹി ഷോഡ് അപ്പ് അറ്റ് ഹോം. ഐശ്വര്യ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? ഐശ്വര്യക്ക് അറിയായിരുന്നോ? ഇല്ല, നോ ക്ലൂ. ഷീ വാസ് ലൈക്ക് രാവിലെ എഴുന്നേറ്റ് വന്നു. അന്നേരം അപ്പോൾ അരുണിൻ്റെ അച്ഛൻ വാസ് ദെയർ. അപ്പോൾ അരുൺ അമ്പലത്തിൽ തൊഴാൻ പോയിരുന്നു. ഡാഡി ഈസ് ഇൻ ഹ്യൂസ്റ്റൺ. അപ്പോൾ എന്നൊക്കെ പറഞ്ഞു. നോ, ഡാഡി ഈസ് ഹിയർ, ഹി വിൽ കം നൗ. ഇല്ലില്ല, ഡാഡി ഹ്യൂസ്റ്റണിലാണ്. അപ്പോൾ ദെൻ അരുണിനെ കണ്ടപ്പോൾ യു കെയിം, ഹൗ ഡിഡ് യു കം, വെൻ ഡിഡ് യു സ്റ്റാർട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ റൊമാൻറ്റിക്. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് സ്ട്രക്ക് യു അബൌട്ട് അരുൺ? നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്ലൂം ചെയ്തപ്പോൾ? ഇല്ല അങ്ങനെ, അയ്യോ ഐ നോ യു വെരി ഷൈ പേഴ്സൺ, എന്നാലും ജസ്റ്റ് ക്യൂരിയസ്. അല്ല, അത് അരുണിൻ്റെ ആ ഒരു എന്താ പറയുക, ഇന്നസെൻസ് ഒക്കെ തന്നെയാണ്. ഇന്നസെൻസും സ്നേഹവും പിന്നെ വളരെ ഇൻക്വിസിറ്റീവാണ് അറിയാൻ വേണ്ടിയിട്ട്. അതായത് ഡാൻസിൻ്റെ കാര്യമാണെങ്കിൽ എല്ലാത്തിൻ്റെ ആ ഒരു എന്താ പറയുക, BTS ഇല്ലേ, അതായത് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഡാൻസിൻ്റെ ആണ് എല്ലാ ടോപ്പിക്കും വളരെ ശ്രദ്ധയോടെ ഇൻട്രസ്റ്റോടെ അങ്ങനെ എല്ലാവരും. ഇപ്പം ഞാനൊക്കെ ഡാൻസ് ആണെങ്കിൽ ഡാൻസ് മാത്രം, അല്ലെങ്കിൽ ക്ലാസ് ആണെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതെല്ലാത്തിനും ഇങ്ങനെ ഒരുപാട് ആഗ്രഹവും അറിയാനുള്ള, ഇപ്പോൾ സ്ഥലങ്ങളെ പറ്റിയാണെങ്കിലും പിന്നെ എവിടെയെങ്കിലും പോയാൽ ഭയങ്കര, ഇപ്പോൾ ഈജിപ്തിൽ പോയാൽ അവിടുത്തെ ഇങ്ങനെയായിരുന്നു പേര്, അതായിരിക്കും അങ്ങനെ. ഹി ലൈക്സ് ടു കണക്ട് തിങ്സ് ആൻഡ് ആ ഒരു പഠിക്കാനുള്ള ആ ഒരു സ്റ്റുഡൻറ്റ്, ഒരു ഇൻക്വിസിറ്റീവ് സ്റ്റുഡൻറ്റ് നേച്ചർ ഉണ്ട്. അത് അന്നേരം അത് ഭയങ്കര ഇന്നസെൻ്റ് ആണ്. ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ. സോ ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ വളരെ സപ്പോർട്ടീവാണ്, തമാശയൊക്കെ പറയുന്ന ആളാണ്, ഫണ്ണിയാണ്. ആൻഡ് ലൈറ്റ് ഹിസ് മെയിൻ തിങ് ഇസ്, എപ്പോഴും ഞാനിങ്ങനെ പറയും, അവയർനെസ് ഉണ്ടല്ലോ എന്ന് പറയും. ദാറ്റ്സ് ഒരു വലിയ തമാശയാണ് ഞങ്ങളുടെ ഇടയിൽ. ഇതൊന്നും ശരി ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞാലല്ല, പക്ഷെ അത് ലെറ്റ്സ് സേ ഇറ്റ്സ് അബൌട്ട് ഫുഡ്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇത് പക്ഷേ കുറച്ച് റിച്ചാണ്. ആൻഡ് ദെൻ നമ്മളല്ല അങ്ങനെ എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ കഴിക്കണ്ടേ അല്ല. സോ വിൽ ഗെറ്റ് ഇൻ ടു അങ്ങനത്തെ ടോക്സ് വരുമ്പോൾ ഹിൽ ബി ലൈക്ക്, ഉത്തരവില്ലെങ്കിൽ ഹിൽ സേ അവയർനെസ് ഉണ്ടല്ലോ അല്ലേ, കഴിക്കാം. we know the right thing is here, but ഇപ്പോഴത്തേക്ക് നമുക്ക് സ്ലൈഡ് ഓഫ് ചെയ്യാം. അങ്ങനെയൊക്കെ ലൈക്ക് കുഞ്ഞു കാര്യങ്ങളാണ്. അതാണ് എനിക്കതങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് ലൈക്ക് ബ്യൂട്ടിഫുൾ ദിവ്യ. കാരണം ദിവ്യ നേരത്തെ പറഞ്ഞല്ലോ, ദിവ്യയുടെ അച്ഛൻ പറഞ്ഞ ഒരു വലിയ കാര്യം, വിച്ച് യുനോ ഓഫ് ദ റെക്കോർഡ് യു ഹാഡ് ടോൾഡ് മീ ദാറ്റ് ഈ ഒരു ഡെസിഷനിലേക്ക് എത്തുമ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഐ വുഡ് ലൈക്ക് യു ടു ഷെയർ ഇറ്റ്, വിച്ച് ഐ തിങ്ക് റെസനേറ്റഡ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണോ ആ ട്രാക്കിൽ നിന്ന് ഒരിക്കലും ഡീവിയേറ്റ് ചെയ്യാതിരിക്കുക എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. വെൻ യു തോട്ട് അബൌട്ട് മാരിങ് അരുൺ, അതെന്താണ് അച്ഛൻ പറഞ്ഞോട് പറയൂ. അച്ഛൻ നോ, ഹിസ് തിങ് വാസ് എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇതിനൊക്കെ നമുക്ക് എനർജി ഡ്രോ ചെയ്യാം. നമ്മുടെ സപ്പോർട്ട് ചെയ്യണതിന് ഒക്കെ സപ്പോർട്ട് കിട്ടുന്നിടത്ത് ഓക്കെ. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമുക്ക് തന്നിട്ടുള്ളത് ഈ ഡാൻസ് ആണെങ്കിലും കലയാണെങ്കിലും ഇതെല്ലാവർക്കും കിട്ടണമല്ല. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, അച്ഛൻ്റെ അടുത്ത് നിന്ന് തന്നെ പഠിച്ചാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു വലിയൊരു ശ്ലോകം പോലെ നമ്മൾ പറയണതാണ്. You think dance, you chose dance. So in my case it's dance. You think dance chose dance. But no, that dance has to choose you. Only then you will become. അതുപോലെ തന്നെയാണ് even cinema is like that. Right? Any art form you take, you think I became a painter അല്ലെങ്കിൽ I became a singer. അങ്ങനെയല്ല. ആ ആർട്ട് ഫോമായിട്ട് ഇത് കൊള്ളാം, let me go into you എന്ന് ചിന്തിച്ചാൽ അത് ആ ആർട്ട് എന്ന് പറയുന്നത് ദൈവമാണ്. ഇപ്പോഴും നമുക്ക് ആൻസേഴ്സ് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ, ഇപ്പോൾ മുദ്രകളുണ്ടല്ലോ, ഈ മുദ്രകൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി, അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഉത്തരവുണ്ടോ പറയാൻ? നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. എൻ്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ വാക്കുകൾ ഇങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ കൊച്ചുങ്ങളുടെ തലയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരവില്ല. സോ അതുപോലെ ദ ആർട്ട് ഫോം ഹാസ് ചോസൺ യു. സോ ഇറ്റ്സ് ലൈക്ക് യു ഹാവ് ടു ട്രീറ്റ് ദാറ്റ്. ഇപ്പോൾ ഒരു മനുഷ്യജന്മം കിട്ടിയ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കൂടെ ആർട്ട് ഫോം കിട്ടി. മനുഷ്യജന്മം അല്ലെങ്കിൽ എനിക്കൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ കാട് കയറി ചിന്തിക്കില്ലേ, ആ സൂം ഔട്ട് ഈ നമ്മൾ ടൈനിന്ന് നമ്മൾ അങ്ങനെ ഒരു സാധനം വരില്ലേ വലിയ യൂണിവേഴ്സിലേക്ക്. അപ്പോൾ ഞാൻ ചിന്തിക്കും, മനുഷ്യജന്മം കിട്ടി, അതും ഇന്ത്യയിൽ ജനിച്ചു, അതും കേരളത്തിൽ ജനിച്ചത്,
ഇത്രയുമൊക്കെ നമ്മളുടെ ഇന്ത്യയിൽ ഇത്രയും സ്ഥലങ്ങളുണ്ട്, പക്ഷേ തന്ത്രവിധി പ്രകാരം നമ്മൾ പൂജ ചെയ്യുന്ന അമ്പലങ്ങൾ നമുക്കാണ് കൂടുതൽ. സോ അതുകൊണ്ടാണ് നമുക്ക് കുറേ കാര്യങ്ങൾ ഞാൻ വേറെ എവിടേക്കോ പോവുകയാണ്, ഐ നോ, ബട്ട് ഐ എം ജസ്റ്റ് ടെല്ലിങ് യു. സോ അച്ഛൻ സെഡ് അതിൻ്റെ ആ ഒരു വില കളയാണ്ടിരിക്കണം എപ്പോഴും, കീപ് ദാറ്റ് ക്ലോസ് ടു യു. അതേ കോൺസെപ്റ്റ് അരുണുണ്ട്. ലൈക്ക് ഹി ഓൾവേസ് ഹി സേസ് അത് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. നമ്മളുടെ വില, നമ്മുടെ സെൽഫ് വർത്ത് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. അത് എപ്പോഴും പറയാം. അമ്മയും പറയും അരുൺ, അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല ആ ഒരു ഇവരുടെയൊക്കെ വാലിഡേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു സ്ട്രെങ്ത് കിട്ടും. അതിപ്പോൾ എൻ്റെ സിസ്റ്ററും അങ്ങനെയാണ്. പക്ഷെ അതൊരു വളരെ ക്ലോസ് സർക്കിളാണ്. സ്ലോലി പിള്ളേരും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാപ്പൻ വെരി ഓർഗാനിക്കലി. ഇപ്പോൾ മീനാക്ഷി ആണെങ്കിലും ഐശ്വര്യ ആണെങ്കിലും എൻ്റെ വർക്ക് കാണുന്നതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വെറുതെ ഇരിക്കുമ്പോൾ അവർ പെട്ടെന്ന് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങണതൊക്കെ ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് കൊണ്ടു തരണമാണ്. നമ്മൾ ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല. നമ്മളിത് ഒരേ ജോലി തന്നെ ഡാൻസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഡാൻസ് തന്നെ തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ബോഡി ഇപ്പോൾ പല്ല് തേച്ച് കുളിച്ച് ശരീരം വൃത്തിയാക്കി വയ്ക്കണ പോലെ നമ്മൾ ഈ ഡാൻസ് ഇങ്ങനെ തേച്ച് മിനിക്കൊണ്ടിരിക്കുക. അപ്പം അത് കണ്ട് നമ്മളുടെ ജീവിതത്തിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ളവരും അതിലേക്ക് ചിന്ത വരുത്തുക അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അത്. ഈ വളരെയധികം ഒരു ഡിഫിക്കൽട്ട് ഫേസിലൂടെ കടന്നു പോയിട്ടാണ് ദിവ്യ ഇന്നിപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫേസിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളിനോട് എന്താണ് ദിവ്യയ്ക്ക് പറയാനുള്ളത്? ആസ് എ ലൈഫ് ലെസൺ, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു വാണ്ട് ടു ഷെയർ? തേർഡ് പേഴ്സൺ ആയിട്ട് കാണാൻ നോക്കണം. ഐ ഡോണ്ട് നോ ഹൗ ഐ ഗോട്ട് ഇറ്റ്, ബട്ട് ഐ എം ഏബിൾ ടു ലൈക്ക് ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ എന്നെ അറിയാവുന്ന കുറച്ച് എൻ്റെ കൂടെ അന്നേരവും ഇപ്പോഴൊക്കെ നിന്നിരുന്ന കുറച്ച് ലേഡീസ് ഹു ആർ ലൈക്ക് ഫാമിലി, ഓൾമോസ്റ്റ് ലൈക്ക് സിസ്റ്റേഴ്സ് പോലെ, അവരെപ്പോഴും ഷീസ് ഗോൺ ഇൻ ടു അവർ ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറയും. എന്നെ പറ്റി പറയണതാ. ഭയങ്കര സ്ട്രെസ്സ് വരുമ്പോൾ അതങ്ങ് വിട്ടേക്കും ഞാൻ. നമ്മളെപ്പറ്റി അത് പലരും പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, സത്യരാജ് സാറ് പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ, ഇഫ് യു കനോട്ട് കൺട്രോൾ ഇറ്റ് വൈ ആർ യു സ്ട്രെസ്സിങ് അബൌട്ട് ഇറ്റ് ആൻഡ് ഹാർട്ട് ബീറ്റ് കൂട്ടണം എന്തിനാണ്? സോ അതൊരു ഞാൻ നേരത്തെ സംസാരിച്ചപ്പോഴും എനിക്കതൊരു കോമഡി ആയിട്ടാണ്. ലൈക്ക് എല്ലാത്തിലും എനിക്ക് പിന്നീട് ഇങ്ങനത്തെ ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷനൊക്കെ എനിക്ക് ചിരിച്ചുകൊണ്ട് കോമഡി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. ഐ ക്യാൻ നറേറ്റ് ഇറ്റ്. സോ അത് ബിക്കോസ് അതെനിക്ക് മനസ്സിലായി പിന്നീട്. ഞാൻ തന്നെ വിചാരിച്ചത് എന്ത് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി പറയണേ, അല്ലെങ്കിൽ ലൈക്ക് യു നോ വാട്ട് ഹാപ്പൻഡ്, ക്യാൻ യു ബിലീവ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഐ ക്യാൻ ജസ്റ്റ് സേ ഇറ്റ്. ഇറ്റ് ഈസ് ബിക്കോസ് നമ്മൾ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാനുള്ള അത് ഹൈ ആയിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷറിൽ സംഭവിച്ചതാണോ അതോ മറ്റേ ഡാൻസിൻ്റെ ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ള കോൺസെപ്റ്റിൽ സംഭവിച്ചാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഐ ഹവ് ഹാഡ് സിറ്റുവേഷൻസ് വെയർ നെക്സ്റ്റ് ഡേ ഈസ് ദി ഹിയറിംഗ് ആൻഡ് ഐ ഹവ് ഡ്രിവൺ മൈസെൽഫ് അച്ഛൻ്റെ കൂടെ 5 hours ഐ ഹവ് ഗോൺ പെർഫോംഡ് ആൻഡ് ഐ ഹവ് കം സ്ട്രേറ്റ് ബാക്ക് ടു. സോ ഐ ഹാവ് ടു നെക്സ്റ്റ് ഡേ ഹിയറിംഗ് ഉണ്ടെങ്കിലും ഐ ഹാവ് ടു ഡു ദാറ്റ്. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ അവിടെ എൻ്റെ അവൈലബിലിറ്റി ഇല്ല. ഇപ്പോൾ എനിബഡി ക്യാൻ ടേക്ക് യുവർ, ദർ ആർ ലോട്ട് ഓഫ് ദാറ്റ് ഈസ് ഓൾസോ ദെയർ. യു ഹാവ് ടു ആ വർത്ത് എന്തുകൊണ്ട് ദിവ്യയുടെ പ്രോഗ്രാം വെക്കണം എന്നുള്ളതിനൊരു ഉത്തരം നമ്മൾ കൊടുത്തോണ്ടേയിരിക്കണം. അത് നോ മാറ്റർ, അത് കോമ്പറ്റീഷൻ ഒന്നുമല്ല. അത് നോ മാറ്റർ വാട്ട് നമ്മളുടെ എന്താ പറയുക ആ ഒരു സ്കില്ല് അതെപ്പോഴും പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കണം. അത് റെലവെൻ്റ് ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ ആളുകൾക്ക് അറിയില്ലല്ലോ, റീപ്ലേസ് ചെയ്യാനും എളുപ്പമാണ്. സോ അത് ഒരു ഷ്രൂഡ് മെൻറ്റാലിറ്റി ഒന്നുമല്ല, അതൊരു അത്യാവശ്യമാണ് ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റിനും. എനി ആർട്ടിസ്റ്റ്, ഈവൺ ഇൻ യുവർ ഫീൽഡ്, എവറി ഫീൽഡ് ഇറ്റ് ഈസ് നെസസറി. സോ അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ട് ഞാൻ തിരിച്ച് ഐ കനോട്ട് ഡു ദാറ്റ്, ദെൻ ഐ വോണ്ട് ബി ഏബിൾ ടു. അതും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല. സോ കയ്യിലുള്ളത് കളയാണ്ട് ബാക്കി വരുന്നതിനെ വേണ്ടാത്ത കാര്യങ്ങളെ ബ്രഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റണം ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക്. എന്താണെങ്കിലും അതിന് ആ ഒരു സ്ട്രെങ്ത്. അതിനിപ്പോൾ ദെൻ ദേൽ സേ അതിപ്പോൾ ഒരു സ്കില്ലുള്ളതുകൊണ്ട് അങ്ങനെയല്ല. എവ്രിബഡി ഹാസ് സം തിങ് ദാറ്റ് ദേ ക്യാൻ ഹോൾഡ് ഓൺ ടു. അത് അന്നേരം അത് തെളിഞ്ഞ് വരികയും ചെയ്യും.
യുനോ അത് ചിലപ്പോൾ ക്രൈസിസ് മാനേജ്മെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ മേ ബി ഗിവിങ് അതേഴ്സ് യുനോ ഹെൽപ്പ്, അങ്ങനത്തെ ആയിരിക്കും, അത് എന്തുമാവാം. എവിടെ നിന്നാണ് ആ സമയത്ത് സ്ട്രെങ്ത് ഡിറൈവ് ചെയ്തത്? വാസ് ഇറ്റ് ജസ്റ്റ് ആർട്ട് അല്ലാതെ വേറെ ഏതെങ്കിലും സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരുന്നോ? വലിയൊരു ദൈവവിശ്വാസിയാണെന്ന് വലിയ അറിയാം. ദൈവവിശ്വാസിയാണ്, പ്രാർത്ഥനയുണ്ട്. ഇറ്റ് ഈസ് ഐ തിങ്ക് പ്യോർ ടൈം വിത്ത് ദീസ് കിഡ്സ് റൈറ്റ് വെൻ ഐ ടീച്ച്. സോ അവിടെ ചെന്നാൽ അത് ഐ ക്യാൻ സ്വിച്ച് ഓഫ് മൈ ഓട്ടോ പൈലറ്റ്, ഐ ക്യാൻ ജസ്റ്റ് ഗെറ്റ് ഇൻ ദെയർ ആൻഡ് സോ അതൊരു ഭയങ്കര റിലീഫ് തെറപ്യൂട്ടിക് ആണ്. കാരണം യു ആർ ജസ്റ്റ് യു ലവ് വാട്ട് യു ആർ ഡൂയിങ്. അത് ടീച്ചിങ് ആണെന്ന് അറിയാം. ആൻഡ് ഈ ഫ്രഷ് മൈൻഡ്സ് ആണ്, അവരുടെ ക്വസ്റ്റ്യൻസ് വിത്ത്, സോ ദേ വിൽ ടേക്ക്. അതാ ഞാൻ പറയണേ, എല്ലാവരും ഇങ്ങനെ ഹൗ ഡിഡ് യു എന്ന് ചോദിക്കുമ്പോൾ ഐ ടെൽ ദം, ബാക്കി എൻ്റെ കൂടെ അന്നേരം നിൽക്കണവർ ഇപ്പോഴും ഞാൻ അതാണ്. ഇപ്പോൾ അരുണാണെങ്കിലും അമ്മയാണെങ്കിലും പിള്ളേരാണെങ്കിലും ഐ ഫീൽ ലൈക്ക് ദേ ആർ ടേക്കിംഗ് മീ. അവരുടെ കയ്യിലാണ് സ്റ്റിയറിങ്, ഞാനല്ല. ഞാനിങ്ങനെ നിന്ന് ദേ ഓൾ മുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം അറിയാം, ദിവ്യ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്, ദിവ്യ വളരെ സ്ട്രക്ചേർഡ് ആണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അതിൻ്റെ ആ പോയിന്റ് വരെ എത്തിച്ചിരിക്കും, നോ മാറ്റർ വാട്ട്. ആ ഒരു റിസോൾവ് ഉള്ള ഒരു വ്യക്തിയാണെന്നറിയാം. പക്ഷേ ഭയങ്കര വലിയ ചെറിയ ചെറിയ ഡ്രീംസ് ഒക്കെ കണ്ടിട്ട് അവിടേക്ക് ട്രാവൽ ചെയ്യും. എന്നിട്ട് ഞാൻ തന്നെ വളരെ ചെയ്തു എന്ന്, വലിയ ആന ഡ്രീംസ് ഒന്നും വെക്കാറില്ല ഞാൻ. ബട്ട് ഐ ട്രൈ ടു. ഇപ്പോൾ ഒരു കോൺവെർസേഷൻ ഉണ്ടാകുന്നത് ഇസ് അബൌട്ട് ആർട്ടിസ്റ്റ് ആൻഡ് മണി. ഇപ്പം നമ്മളൊരു എന്തോ ഒരു പെർഫോമൻസിന് പൈസ ചോദിച്ചു, എനിക്കറിയില്ല ഏത് ആർട്ടിസ്റ്റാണ്, ദിവ്യയാണെന്ന് പോലും അറിയില്ല. ബട്ട് ഐ എം ജസ്റ്റ് ജനറലി ആസ്കിങ്, ഈ ഒരു കോൺവെർസേഷൻ റെലവെൻ്റ് അല്ലേ? കാരണം ഒരു ആർട്ടിസ്റ്റിന് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ പൈസയുടെ ആവശ്യമില്ലേ? ആൻഡ് അത് ചോദിക്കുന്നതിൽ, അത് ഏത് വേദിയാണെങ്കിലും ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? യൂഷ്വലി ആസ്കിങ് ഫോർ ട്രബിൾ ഇസ് വെൻ ഞങ്ങളെ ബാധിക്കുക പോലും ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കിന് ഞങ്ങൾ രണ്ടുപേരും അഭിപ്രായം പറഞ്ഞു തുടങ്ങും. ഒരു ക്രൈസിസ് അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇല്ലാണ്ടാവുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ വരുമ്പോൾ അതിന് റിയാക്ട് ചെയ്യാനായിട്ട് എനിക്ക് അതൊരു ചിലർക്കത് ബുദ്ധിമുട്ടാണ്, പറ്റണില്ല. വി ആർ വാച്ചിങ് സംതിങ് ആൻഡ് ദെൻ ഐ ഗെറ്റ് ദിസ് കോൾ ഫ്രം അമ്മ ദാറ്റ് അച്ഛന് വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ദെൻ വോയിസ് ക്രാക്ക് ആവണ്ട, തീരെ വയ്യടി എന്ന് പറഞ്ഞിട്ട് ഐ കനോട്ട് എന്ന് പറയാൻ എനിക്കറിയില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞാൻ പറയും, എന്നിട്ടൊക്കെ ഇപ്പം ഞാനൊരു പ്രതിവിധി കണ്ടുപിടിച്ചതാണ്.